ഹായ് ഫ്രണ്ട്സ് ടൂറിട്ട് പോവാം അങ്ങനെ കോളേജ് ഇങ്ങനെ ലീവ് ചെയ്ത് ഇത്ര നാളായി എന്നിട്ട് ഹീറോയുടെ മനസ്സിലാ വി പറയുന്നു ഹീറോയ്ക്ക് മനസ്സിലായി ഒരു ഫാഷ് ബാക്ക് എന്തോ ഒന്ന് പ്രശ്നമുണ്ട് പിന്നെ വി പറഞ്ഞ ഹീറോ സെറ്റിലാസ് മാം ഞാൻ ഇത്ര നാൾ ലീവ് എടുത്തു പിന്നെ വീൻ്റെ അടുത്ത് കേൾക്കും വി പറഞ്ഞു മൊത്തം കാര്യം പറയുമ്പോൾ ഹീറോയ്ക്ക് മനസ്സിലായിരുന്നു. മാം ഞാൻ ഇവിടേക്ക് വന്നതായി കൊറിയനാണ് വന്നത് എന്ന് പറഞ്ഞു ഞാൻ ലീവ് എടുത്ത് ഇത്രയായി ശരി ഓക്കെ വി ഇവിടെ ജോലി ചെയ്തോ എന്ന് പറഞ്ഞിട്ട് ഹീറോയ്ക്ക് കണ്ടു കഥ പോയായിരുന്നു. അതിനായിട്ട് ഇപ്പോൾ വീക്ക് സാഡായിരുന്നു. ശരി മാം കൂടെ ഇരിക്കുക എന്ന് പറഞ്ഞ് വീക്ക് എല്ലാ ഫേസ്ബുക്കിൽ കയറിയായിരുന്നു. ഒരുപാട് കഷ്ടവുമായിരുന്നു വീക്ക് ഒരു വെയിൽ. അങ്ങനെയായിട്ട് ഹീറോയിൻ്റെ മാരേജ് കുറിച്ച് ഡേറ്റിംഗ് ഹീറോയിൽ പോയായിരുന്നു. ഈ വീക്ക് ഒരുപാട് സാഡായിരുന്നു. വ്യൂ സാഡായിട്ടുണ്ടായിരുന്നു. എന്താ ചെയ്യാനൊന്നും അറിയില്ല. ഹീറോ ഇങ്ങനെ കോപ്പ് ഡേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വന്നായിരുന്നു. രാഹുൽ എന്താ എനിക്ക് കാൽസ്യം പറഞ്ഞിട്ട് എടാ നിന്നെ കാൽസ്യം ചെയ്യാം ഈ പൂജനല്ലല്ലോ ഉച്ചനെ ശരി ഓക്കെ എന്ന് പറയും. ഹീറോയ്ക്കും പ്രിയാക്കും അതായത് മാരേജ് കാര്യം പറയായിരുന്നു. ആരുടെ മാരേജ് നട്ട് നടക്കാൻ പോകുന്നത് എല്ലാം റെഡി ആയിരുന്നു. വീക്ക് ഒരുപാട് ക്യാച്ചലവരായിരുന്നു. ഹീറോയിൻ പിന്നെ കണ്ടുക്കാതിരുന്നായിരുന്നു. അവനായിട്ട് ഹീറോ എല്ലാം റെഡിയാക്കി വെച്ചു. അയാളെ ഞാൻ പറഞ്ഞ പോലെ ചെയ്യണം. അവനായിട്ട് രാഹുൽ ഉണ്ടായിരുന്നു. അവനെ താലിയെല്ലാം റെഡിയായിരുന്നു. അപ്പോൾ രാഹുൽ പറയുന്നു മച്ച എന്തെങ്കിലും താലി റെഡിയുണ്ട് ശരിടാ അവളുടെ കേസിൽ വെച്ചിട്ടുണ്ട്. അതെ അങ്ങനെ മണ്ഡപത്തിൽ വന്ന് ഹീറോ ഇരുന്നാണ്. വി അത് നോക്കിയിട്ട് ഭയങ്കര കരഞ്ഞിട്ട് വി ഹീറോയിനെ സാഡായിട്ട് നോക്കുമായിരുന്നു. സാഡായിട്ട് വി ഇതിനെ നോക്ക് സാഡായി കരച്ചൽ വരാൻ തുടങ്ങിയായിരുന്നു. വിക്ക് മനസ്സിൽ ഉടഞ്ഞായിരുന്നു. ഹീറോയിൻ മണ്ഡപത്തിൽ ഇരുന്നായിരുന്നു. അങ്ങനെ മാരേജ് പ്രിയൊക്കെ നടക്കാൻ പോകുന്നു. അങ്ങനെ ഈ ഹീറോയിൻ എല്ലാം നോക്കിയിട്ട് സ്ട്രക്ചറായിരുന്നു. അങ്ങനായിട്ട് ഹീറോയിൻ അങ്ങനെ മാരേജ് സ്റ്റോപ്പ് ചെയ്യാനാണ് രാഹുൽ പറയുന്നത്. രാഹുൽ എനിക്ക് മാരേജ് ഇൻട്രസ്റ്റ് ഇല്ല, ഞാൻ ഒരാളെ ലവ് ചെയ്യാം എന്ന് പറഞ്ഞ് രാഹുൽ ചേർന്നു. രാഹുൽ എനിക്ക് രണ്ട് ഷോക്കായിരുന്നു. അതുപോലെ പൂജ ഹീറോയിൻ്റെ അടുത്തേ ഉണ്ടായിരുന്നു. എന്നുകൊണ്ട് അത് പൂജയുടെ ഇരുന്നിട്ട് പൂജ പറഞ്ഞ് ഹീറോയിനെ നോക്കിയിട്ടുണ്ടായിരുന്നു. പൂജ വന്നതായിരുന്നു. പൂജ അവിടെ ഇരുന്നുണ്ടായിരുന്നു. പൂജ ഓടി വന്നായിരുന്നു. പൂജയൊക്കെ പൂജ നോക്കുമ്പോൾ പൂജ വിളിച്ചായിരുന്നു. എന്താണെന്ന് പറഞ്ഞ് പൂജ വന്നായിരുന്നു. അർജുൻ വിളിക്കുന്നോട് പൂജ വന്നായിരുന്നു. പൂജനകത്ത് താലി കെട്ടിയായിരുന്നു. ഞാനിവിടെ ലവ് ചെയ്യാമെന്ന് പറയായിരുന്നു. അത് കേട്ടതിൽ ഷോക്കായിരുന്നു. അതെ ഞങ്ങൾ രണ്ടും ലവ് ചെയ്യാമെന്ന് അതുകൊണ്ടല്ല എന്ന് പറയുന്നു. എന്നിട്ട് ഹീറോയി പറയുന്നു. ഹീറോയിനെ കണ്ടിട്ട് അവർ പറയുന്നു എന്താ മാരേജ് നടക്കില്ല കിം ടൈം വി ഇങ്ങോട്ട് വരാൻ പറയുന്നു. വി ഷോക്കായിരുന്നു. എന്താന്ന് പറഞ്ഞ് വി ഷോക്കായിരുന്നു. അങ്ങനെ ഹീറോയുടെ ഫ്രണ്ട് അർജുൻ മാരേജ് നടക്കൂല അർജുൻ പറയായിരുന്നു. ഹീറോയ്ക്കും ടൈം പറയായിരുന്നു. അങ്ങനെ അർജുൻ പറയുന്നു മാരേജ് നടക്കും. വീണെടുത്തോണം വീക്കും ടൈം പറഞ്ഞ് വീനെത്തിയത് വീക്ക് ഷോക്കായിരുന്നു. താലി കെട്ട പറയായിരുന്നു. വീക്കെന്ന് പറഞ്ഞ് ഹീറോയി പറഞ്ഞു വിട്ടു. അങ്ങനെ ഹീറോയ്ക്ക് വീക്കിവിടെ മാരേജായി. വീക്ക് ഒരുപാട് ഷോക്കായിരുന്നു വീക്ക്. അങ്ങനെ മാരേജ് ഒന്നും നടന്നായിരുന്നു. എല്ലാ ചടങ്ങ് മൊത്തമായിരുന്നു. അത് മാത്രം അവളോട് ചടങ്ങ് മൊത്തം കാര്യം പറയുന്നു. ഓൾറെഡി അവക്കും എടുത്ത് വെച്ചത് പൂജക്ക് ഷോക്കായിരുന്നു. അതുമാത്രമല്ല പൂജ ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. പൂജക്ക് ഹീറോയിൻ അതിന് രാഹുൽ ഭയങ്കര ഇഷ്ടമാണ്. രാഹുൽക്ക് പൂജക്ക് മാരേജായി. ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പി. കൺഗ്രാസ് പൂജ അത് പറയും. പൂജക്ക് ഭയങ്കര ഹാപ്പിയാണ്. പൂജക്ക് ക്രിസ്ത്യൻസ് മാരേജും അവിടെ ഇത് ക്രിസ്ത്യൻസ് മാരേജ് ഓൾറെഡി ഹീറോയിൻ റെഡി ചെയ്തായിരുന്നു. അതുകൊണ്ട് ഇപ്പോഴല്ല കുറച്ച് കഴിഞ്ഞിട്ട് എനിക്ക് മാരേജ് ചെയ്യാം. പൂജ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതുകൊണ്ട് പൂജ പോയായിരുന്നു. അങ്ങനെ പൂജ വെളിയിൽ വന്നിട്ട് എല്ലാം റെഡിയാക്കിയിട്ട് വെച്ചായിരുന്നു. അങ്ങനെ അവർക്കും അത് മാരേജായി. രണ്ട് മാരേജായി. ഹീറോയ്ക്ക് ഫ്രണ്ട്സ് ഹാപ്പിയായിരുന്നു. വീക്ക് ഷാക്കായിരുന്നു. വി ഷാക്കായിട്ട് ഹീറോയിനെ നോക്കായിരുന്നു. എന്താ വി എന്ന് പറയുന്നത് ഒന്നുമില്ല എന്നെ വി സൈലൻ്റായിട്ട് പറയുമായിരുന്നു. അങ്ങനെ വീനെടുത്തോണ്ട് ഹീറോ വിളിച്ചുകൊണ്ട് വീട്ടിലൊക്കെ പോയായിരുന്നു. അതുകൊണ്ട് വീട്ടിലെ ഡെക്കറേഷൻ ചെയ്തായിരുന്നു. അത് വീണെ ഹീറോയിൻ നോക്കുമായിരുന്നു. വീക്ക് എന്താ ചെയ്യാൻ അറിയില്ലായിരുന്നു. അങ്ങനെ വീണെ വിളിച്ചായിരുന്നു. വി വന്നായിരുന്നു. എന്താ എന്ന് വി കേൾക്കായിരുന്നു. ടെറർ പേടിച്ചിട്ട് അങ്ങനെ വീണെ ഹീറോയ്ക്ക് കിസ് ചെയ്തത്. വി പറയുന്നു അതൊന്നും യൂസ് ചെയ്ത് അതില്ല സാറില്ല. വീനോട് പറയുന്നു. വീക്ക് ഭയങ്കര ഹാപ്പിയാണ്. നമ്മൾ വി ഹഗ് ചെയ്ത് ഹീറോയ്ക്ക് പ്രപ്പോസ് ഹീറോയെ സ്മൈൽ ചെയ്തായിരുന്നു. അങ്ങനെ എല്ലാം നടത്തായിരുന്നു. വീക്ക് ഇപ്പോൾ കുറച്ച് ഡേയ്സ് കഴിഞ്ഞ് വീൻ്റെ മമ്മി ഡാഡിയെല്ലാം വന്നിട്ട് ഇവിടെ സെറ്റിലായിരുന്നു. വീക്ക് അറിയില്ലായിരുന്നു. വീക്ക് സർപ്രൈസ് എല്ലാം റെഡിയാക്കി വെച്ചായിരുന്നു. കുറേ സൈസ് വീക്ക് ഡ്രസ്സെല്ലാം റെഡിയാണ്. ഡ്രസ്സെല്ലാം റെഡിയായി. വീക്കും ഹീറോയ്ക്ക് കുറേ സൈസ് മാരേജ്. വീൻ്റെ മമ്മി ഡാഡി വന്ന് വീക്ക് ഹാപ്പി ആയിരുന്നു. ഗ്രാൻഡ് മാം ഉണ്ടായിരുന്നു. വീക്ക് ഹാപ്പി ആയിരുന്നു. അങ്ങനെയായിട്ട് മാരേജ് നടന്നായിരുന്നു. വീക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അത് മാത്രമല്ല വി പറഞ്ഞ വീൻ്റെ ഗ്രാൻഡ് മാം പറയായിരുന്നു. അങ്ങനെയായിട്ട് ഇവിടെ കുറച്ച് നാൾ ഇരുന്നായിരുന്നു. ഗ്രാൻഡ് പറയാം ഞങ്ങൾ ഇവിടെ തന്നെ പോടാ എന്ന് പറയുന്നു. അങ്ങനെയായിട്ട് ഗ്രാൻഡ് മാം ശരി ഓക്കെ എന്ന് വീണ്ടും മമ്മി ഡാഡി പറയണം പോടാ ഞാൻ പോകുന്നു എന്ന് പറഞ്ഞായിരുന്നു. ഗ്രാൻഡ് മാം പറഞ്ഞായിരുന്നു ശരി ഓക്കെ കുറച്ച് നാൾ കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഇവിടേക്ക് തന്നെ വരാം. വീണ്ടും മമ്മി പറയായിരുന്നു. ഈ ഓക്കെ എന്ന് മമ്മിയോട് പറയായിരുന്നു. അങ്ങനെ വീണ്ടും മമ്മി ഇങ്ങനെയായിട്ട് ഡേയ്സ് പോകാൻ തുടങ്ങിയായിരുന്നു. ഹീറോയ്ക്ക് ബേബീസ് ജനിച്ചായിരുന്നു.
പറഞ്ഞു 4 ബേബീസാണ്. ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. 2 ബോയ് 2 ഗേൾ ബേബിയാണ്. ഫസ്റ്റ് ബോയാണ്, നെക്സ്റ്റ് ഗേൾ, പിന്നെ ബോയാണ് ഗേൾ. ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. പറയായിരുന്നു കമ്പനി ഇത് നന്നായിട്ട് നോക്കുമായിരുന്നു. എൻ്റെ ഗ്രാൻഡ് അവിടേക്ക് ഇതായിരുന്നു. അങ്ങനെയുണ്ട് ഗ്രാൻഡ് അതെ അവിടെ എല്ലാവരും ഇത് വെച്ചായിരുന്നു. വീക്ക് കുറച്ച് സാഡായിരുന്നു. അതുകൊണ്ട് ഇപ്പം വീൻ്റെ മമ്മി ഡാഡിയെല്ലാം ഇവിടെ വന്ന് സെറ്റിലായിരുന്നു. വീക്ക് കുറച്ച് സാഡായിരുന്നു. വീനെ സമാധാനമാക്കിയായിരുന്നു. ഇപ്പോൾ ഡേയ്സ് പോകാൻ തുടങ്ങിയായിരുന്നു. ഹീറോയ്ക്ക് വീനെ സമാധാനമാക്കിയായിരുന്നു. സമാധാനമായി. ഇപ്പോൾ ഡേയ്സ് ഹീറോ വീണ്ടും പെട്ടെന്നിട്ടായി. കമ്പനി പറഞ്ഞ ശ്രദ്ധിക്കുക കമ്പനി ഇപ്പോൾ ആണ് റൺ ചെയ്യാണ്. ഹീറോ ഇപ്പോൾ വീട്ടിലുള്ളത്. ഹീറോയ്ക്ക് ഇപ്പോൾ ഒരു ബോയ് ബേബിയുണ്ട്. ഭയങ്കര ഹാപ്പി ആയിട്ട് ഇപ്പോൾ ഫാമിലി ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ വീക്ക് ഭയങ്കര ഹാപ്പിയാണ്. വീണ്ടും മമ്മി ഡാഡിക്ക് ഭയങ്കര ഹാപ്പി. ഇപ്പോൾ ഹീറോയിൻ്റെ കൂടെയാണ് വീണ്ടും മമ്മി ഡാഡി. അടുത്ത് വീട് കൊടുത്താണ് വീക്ക് മമ്മിക്ക്. അത് വലിയ വീട് പ്ലേസ് ചെയ്തതാണ്. ഹീറോയിൻ്റെ മമ്മി ഡാഡി വീണ്ടും ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. അവർക്ക് ഭയങ്കര ഹാപ്പിയാണ്. ഗസ്റ്റ് ഹൗസാണ് എടുത്തത്. അതുകൊണ്ട് നമുക്ക് അങ്ങനെയായിട്ട് ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. വീട് അനിയൻ നന്നായിട്ട് പഠിക്കുമായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോയ്ക്ക് ജോലിയായിട്ട് എൻജോയ് ചെയ്ത് തുടങ്ങി. വീണ്ടും 2 ഫ്രണ്ട്സ് ഇവിടെ വന്നിട്ട് വീണ്ടും കണ്ടിട്ട് അവർ സംസാരിച്ച് പോകും. അതാണ് ആ വില്ലിക്ക് അറിഞ്ഞായിരുന്നു. വില്ലി പ്ലാൻ ചെയ്ത് തുടങ്ങിയായിരുന്നു. ശരി നമുക്ക് ഇന്ത്യയൊക്കെ പോയിട്ട് വീനെ കിഡ്നാപ്പ് ചെയ്യാൻ പറഞ്ഞ് വീണ് എൻജോയ് വീക്കൂടെ ഇരിക്കണം എന്ന് പറഞ്ഞ് ആ പെണ്ണ് വിചാരിച്ചിട്ട് ഇന്ത്യക്ക് വരാൻ പോകുന്ന കാര്യം ജങ്കുക്ക് പറയായിരുന്നു. ഫോൺ ചെയ്ത് വീക്ക് എല്ലാം കാര്യമായിരുന്നു. വീക്ക് ഇപ്പോൾ എന്ത് ചെയ്യാൻ അറിയില്ലായിരുന്നു. സാഡായിട്ട് പറയാനായിട്ട് ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. എന്താ നടന്ന കാര്യം പറഞ്ഞു വിഷമിക്കണ എന്ന് പറഞ്ഞ് കേൾക്കായിരുന്നു. എന്താ ഇപ്പോൾ നോക്ക് ഹലോ എവിടെ ഉള്ളത് ഫോൺ ചെയ്ത് പറ്റിയായിരുന്നു. അങ്ങനെയായിട്ട് വന്നായിരുന്നു. നല്ല സ്റ്റൈൽ ഹാൻസമായിട്ട് ഒരാൾ ഇറങ്ങിയായിരുന്നു. ഇറങ്ങിയായിരുന്നു. അർജുൻ ഷോക്കായിരുന്നു. അയ്യടി ഇവിടെയൊക്കെ കോൾ ചെയ്തത് എന്ന് പറയായിരുന്നു. അത് പറഞ്ഞ ഹീറോയുടെ അങ്കിളാണ്. അങ്കിൾ എന്താടി പറ്റി എന്ന് പറയുന്നത് നടന്ന കാര്യം പറയുന്നു. അങ്കിളുടെ പേരാണ് വിക്രമല്ല ജോൺ വന്നു. ജോൺ എല്ലാം അവരെ പിടിച്ച് ശരിയാക്കിയായിരുന്നു. ഹീറോ താങ്ക് യു അങ്കിൾ പറയുന്നത് എല്ലാവരും ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ വില്ലിന് തെറിച്ച് ഓടിച്ച് പായിച്ചായിരുന്നു. വില്ലിക്ക് ഷോക്കായിരുന്നു.